എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ കിഴക്കൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം. അപ്പോൾ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ദി റോമൻ എംപയർ വാസ് ദി ലാർജസ്റ്റ് ഏൻഷ്യൻ്റ് എംപയർ. പുരാതന കാലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും വിശാലമായിട്ടുള്ള സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദി റോമൻ എംപറർ ഡയക്ലീഷ്യൻ ഡിവൈഡ് ദ എംപയർ ഇൻറ്റു ടു ഇൻ ദി 4th century. 4ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ ഭരണ സൗകര്യത്തിന് വേണ്ടി റോമ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുകയുണ്ടായി. ദസ് ദർ എമർജ്ഡ് 2 റോമൻ എംപയേഴ്സ്. അങ്ങനെ 2 റോമൻ സാമ്രാജ്യം ഉണ്ടായി. ഒന്ന് ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് റോം. റോമിനെ തലസ്ഥാനമാക്കി വെസ്റ്റേൺ റോമൻ എംപയറും ആൻഡ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിനെ തലസ്ഥാനമാക്കി ഈസ്റ്റേൺ റോമൻ എംപയറും ഉണ്ടായി. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. റോമൻ എംപറായിരുന്ന ഡയക്ലീഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭരണ സൗകര്യത്തിന് വേണ്ടി റോമ സാമ്രാജ്യത്തെ 2ആയി വിഭജിക്കുകയുണ്ടായി. ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയർ, അതിൻ്റെ ക്യാപിറ്റൽ റോമായിരുന്നു. അടുത്ത ഈസ്റ്റേൺ റോമൻ എംപയർ, അതിൻ്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഏർലി നോൺ ആസ് ബൈസന്റിയം. ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ പ്രാചീന കാലത്ത് ബൈസന്റിയം എന്ന് വിളിച്ചിരുന്നു. ഹെൻസ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കാൾഡ് ദ ബൈസന്റിയൻ എംപയർ. അതുകൊണ്ട് നമുക്ക് ഈസ്റ്റേൺ റോമൻ എംപയറിനെ ബൈസന്റിയൻ എംപയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ റോമൻ എംപയറിനെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി 2ആയി തിരിക്കുകയുണ്ടായി. വെസ്റ്റേൺ റോമൻ എംപയർ എന്നും ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും. വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനം റോമും ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളുമായിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ ബൈസന്റിയം എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതർവൈസ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ഈസ് നോൺ ആസ് ബൈസന്റിയൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ നമുക്ക് ബൈസന്റിയൻ എംപയർ എന്നും ബൈസന്റിയൻ സാമ്രാജ്യം എന്നും വിളിക്കാം. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊന്ന് നോട്ട് ചെയ്യണം. റൈറ്റ് എ ഷോർട്ട് നോട്ട് എബൌട്ട് ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഈ ഭാഗത്തുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദി പാർട്ടീഷൻ ഓഫ് റോമൻ എംപയർ. റോമൻ എംപയർ 2ആയി വിഭജിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? കാരണക്കാരൻ ആരായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ 2 ചോദ്യമാണ് ഈ ഭാഗത്തുള്ളത്. നന്നായി വായിച്ചു വയ്ക്കുക. നന്നായി മനസ്സിലാവുന്ന പോർഷനാണ്. അടുത്തത് നമ്മൾ പറയുന്നത് വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ ഹിസ്റ്റോറിയൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ജസ്റ്റിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. നോക്കുക. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫൊർഗെറ്റ് ദി വാർസ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. അവിടെ പറയുന്നതാണ് ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫൊർഗെറ്റ് ദ വാർസ് ഓഫ് ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങളെ ചരിത്രം നീതിപൂർവമായി മറക്കും. ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. എന്നാൽ അദ്ദേഹത്തെ ചരിത്രം ഓർമ്മിക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച നിയമസംഹിതകളിലൂടെയാണ്. അപ്പോൾ ജസ്റ്റീനിയൻ ഒരു നിയമസംഹിത നിർമ്മിച്ചിട്ടുണ്ട്. റോമൻ എംപറായിരുന്ന ജസ്റ്റീനിയൻ ഒരു നിയമസംഹിത നിർമ്മിച്ചിട്ടുണ്ട്. ആ നിയമസംഹിതയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദി ഒബ്സർവേഷൻ ഓഫ് വിൽ ഡ്യൂറൻ്റ് എബൌട്ട് ജസ്റ്റീനിയൻ ദി ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ. അദ്ദേഹത്തെക്കുറിച്ച് വിൽ ഡ്യൂറൻ്റ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്ന വിവരണമാണ് നമ്മൾ മുകളിൽ വായിച്ചത്. ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് ദി കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. അപ്പോൾ ജസ്റ്റീനിയൻ നിർമ്മിച്ചിരിക്കുന്ന നിയമം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും മഹത്തരമായ സംഭാവന, ദാറ്റ് ഈസ് ദി കോഡിഫിക്കേഷൻ ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. റോമിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം ഏകീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കോഡ് ഓഫ് ലോ, ഒരു നിയമസംഹിത ഉണ്ടാക്കി. ദാറ്റ് കോഡ് ഓഫ് ലോ ഈസ് നോൺ ആസ് കോർപ്പസ് ജൂറിസ് സിവിലിസ്. ഈ നിയമസംഹിതയെ
കോർപ്പസ് ജൂറിസ് സിവിലിസ് എന്നാണ് വിളിക്കുന്നത്. കോർപ്പസ് ജൂറിസ് സിവിലിസ്. ജസ്റ്റീനിയൻസ് കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറസിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമസംഹിത ദ കോർപ്പസ് ജൂറിസ് സിവിലിസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ. ഓക്കെ, അത് ഇവിടെ പറയുന്ന 3 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് വൺ റീസണിങ്, നെക്സ്റ്റ് വൺ ജസ്റ്റിസ്, നെക്സ്റ്റ് വൺ ജനറസിറ്റി. ഓക്കെ, റീസണിങ് യുക്തി, ആൻഡ് ജസ്റ്റിസ് നീതി, ആൻഡ് ജനറസിറ്റി ഉദാരത. ഈ 3 പ്രിൻസിപ്പിളിനെ, തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജസ്റ്റീനിയൻ്റെ നിയമസംഹിത നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലാകുമല്ലോ. മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിംഗ് ദിയർ ലോസ്. പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിത കടമെടുത്തിട്ടുണ്ട്. അവരുടെ നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിയമസംഹിത കടമെടുത്തിട്ടുണ്ട്. അതിന് ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റീനിയൻസ് കോഡ് ആൾസോ സെർവ്ഡ് ആസ് ദി ബേസ് ഫോർ ദി കോഡ് ഓഫ് ലോ ഓഫ് ദി ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ. നെപ്പോളിയൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ഭരണാധികാരിയുടെ അദ്ദേഹം നിർമ്മിച്ച നിയമങ്ങളുടെ അടിസ്ഥാനമായിട്ട് ജസ്റ്റീൻ്റെ നിയമസംഹിത അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, നെപ്പോളിയൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തും ചില ചോദ്യങ്ങൾ ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് എബൌട്ട് ജസ്റ്റീനിയൻസ് കോഡ് ഓഫ് ലോ. ജസ്റ്റീനിൻ്റെ നിയമസംഹിതയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻഡ് അടുത്ത ചോദ്യം, പോയിൻ്റ് ഔട്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റീനിയൻസ് കോഡ് ഓഫ് ലോ. ജസ്റ്റീനിൻ്റെ നിയമസംഹിതയുടെ തത്വങ്ങൾ എന്തെല്ലാം എന്നും ഒരു ചോദ്യവും ചോദിക്കാം. അങ്ങനെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ഈ കോർപ്പസ് ജൂറിസ് സിവിലിസ് കുറച്ചുകൂടി ഉണ്ട്. എന്താണ് കോർപ്പസ്, എന്താണ് ജൂറിസ്, എന്താണ് സിവിലിസ്? ഈ 3 കാര്യങ്ങൾ കൂടി പഠിച്ചു വയ്ക്കണം. നോക്കുക, കോർപ്പസ് ജൂറിസ് സിവിലിസ്, ഇതിൽ കോഡ്, ദി കോഡ് എന്ന് പറഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. കോർപ്പസ് ജൂറിസ് സിവിലിസിന് 3 ഭാഗങ്ങളുണ്ട്. ദി കോഡ്, ദ ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക, ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദി റോമൻ എംപയർ. അപ്പോൾ റോമൻ എംപയറിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ബുക്കാണ്, ഒരു പുസ്തകമാണ് കോഡ്, ദി കോഡ്. അടുത്ത ദ ഡൈജസ്റ്റ് എന്ന് നോക്കാം. ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദി ഒപ്പീനിയൻസ് ഓഫ് ദി ജൂറിസ് റിഗാർഡിംഗ് ദ ലോസ്. നിയമങ്ങളെക്കുറിച്ച് നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദി ഡൈജസ്റ്റ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ദി സ്മാൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ലോ. നിയമങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ കോർപ്പസ് ജൂറിസ് സിവിലിസിന് 3 ഭാഗങ്ങളുണ്ട്. ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അടുത്ത നമ്മൾ ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആ പോർഷൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ. അപ്പോൾ ജസ്റ്റീനിയൻ്റെ ഭരണത്തിന് ശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ കിഴക്കൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകർന്നു. ഇറ്റ് കൊളാപ്സ്ഡ് വിത്ത് ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ്. ഇത് തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ദ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി ടർക്സ്. ഈസ്റ്റേൺ റോമൻ എംപയർ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ, ടർക്സ് അല്ലെങ്കിൽ തുർക്കികൾ പിടിച്ചെടുക്കുകയുണ്ടായി. ആ വർഷം കൂടി അവിടെ നോട്ട് ചെയ്ത് പിടിച്ചിരിക്കണം. ഇൻ 1453 1453 1453 എന്ന് പറയുന്ന വർഷത്തിൽ 15-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയുണ്ടായി. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയത് മൂലം കിഴക്കൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകർന്നു പോയി. അപ്പോൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകർന്നതിൻ്റെ കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി റീസൺ ബിഹൈൻഡ് ദി ഡൗൺഫാൾ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ. അതാണ് ചോദ്യം. കിഴക്കൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരാനായിട്ടുള്ള കാരണം വിശദീകരിക്കുക, ഇതാണ് ചോദ്യം. അപ്പോൾ ആ കാര്യം പഠിച്ചു വയ്ക്കുക. ഈസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ്ഡ് വിത്ത് എ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ് ഇൻ 1453. ഇതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. വർഷമുണ്ട്, ആ കാരണമുണ്ട്, ആരാണെന്ന് അവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. ഇനി ടെക്സ്റ്റിൽ 2 എക്സ്റ്റൻഡ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്.
അതിലൊന്ന് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ചാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഇൻ ദ ഗൾഫ് ഓഫ് ബോസ്ഫറസ് ബിറ്റ്വീൻ ദി മെഡിറ്ററേനിയൻ സീ ആൻഡ് ദി ബ്ലാക്ക് സീ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഇൻ ഗൾഫ് ഓഫ് ബോസ്ഫറസ്. ബോസ്ഫറസ് കടലിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അത് ബോസ്ഫറസ് കടലിലേക്ക് എവിടെയാണ് നോക്കുക? ബോസ്ഫറസ് കടലിലേക്ക് നിലനിൽക്കുന്നത് മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിലായിട്ടാണ്. ഓക്കെ, മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞാൽ മധ്യധരണ്യയാണ്. യൂറോപ്പിൽ വളരെ വിശാലമായി പരന്നു കിടക്കുന്ന, യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു കടൽ ഭാഗമാണ് മെഡിറ്ററേനിയൻ സീ. നിങ്ങൾക്ക് ആദ്യം കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ സീയെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതിനുശേഷം അതിനപ്പുറത്തായി കിടക്കുന്നത് ബ്ലാക്ക് സീ ആണ്. അപ്പോൾ മെഡിറ്ററേനിയൻ സീക്കും ബ്ലാക്ക് സീക്കും ഇടയിലുള്ള ഒരു കരഭാഗമാണ് ബോസ്ഫറസ്. ഓക്കെ, ഗൾഫ് ഓഫ് ബോസ്ഫറസ്. അവിടെയുള്ള സ്ഥലമാണ്, ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ദിസ് സിറ്റി വാസ് നെയ്മഡ് ആഫ്റ്റർ ദി റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ. ഈ നഗരത്തിന് പേര് വന്നത് റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ പേരിൽ നിന്നുമാണ്. ഇറ്റ് റിമൈൻഡ് ആസ് ദി ക്യാപിറ്റൽ സിറ്റി ഈവൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഓട്ടോമാൻ ടർക്സ്. ഓട്ടോമാൻ തുർക്കികളുടെ ഓട്ടോമാൻ ടർക്സിൻ്റെ തലസ്ഥാന നഗരം കൂടിയായിരുന്നു ഒരു കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയുടെയും വാസ്തുശില്പകലയുടെയും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അറ്റ് പ്രസൻറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ബൈ ദി നെയിം ഇസ്താംബുൾ. ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്താംബുൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ന് തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ഒന്നാണ് ഇസ്താംബുൾ. ഈ എക്സ്റ്റേണൽ റീഡിങ് വായിച്ച് കളയാനുള്ളതല്ല, അത് വായിച്ച് പഠിച്ച് വെക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി വായിച്ച് അത് നന്നായിട്ട് ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കണം. അതിനാണ് ഇത് നൽകുന്നത്, വായിച്ച് കളയാൻ വേണ്ടി ഉള്ളതല്ല. അതുകൊണ്ട് നന്നായി ഇത് വായിച്ച് വെച്ചിരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങളിൽ, പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളിൽ ഇതും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിച്ച് തന്നെ വെക്കുക. അടുത്ത എക്സ്റ്റേണൽ റീഡിംഗ് ആണ് പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തെ കുറേ കാലഘട്ടങ്ങളായി നമുക്ക് തരംതിരിക്കാൻ കഴിയും. നോക്കുക. ഇറ്റ് വാസ് ദി റോമൻ എംപയർ വിച്ച് വാസ് ടേക്കൺ ആസ് ദി ബേസ് ഫോർ ദി ഡിവിഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇൻ ഡിഫറെൻറ്റ് പീരീഡ്സ്. ലോക ചരിത്രത്തെ പല കാലഘട്ടങ്ങളായി തിരിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് പ്രധാനമായും റോമൻ എംപയറിനെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ദി ഏൻഷ്യൻ്റ് പീരീഡ് commences from the origin of human beings and end with the downfall of Western Roman Empire in 1476. That is known as ancient period. അപ്പോൾ ചരിത്രം നമുക്ക് മൂന്നായി തിരിക്കാം. ഏൻഷ്യൻ്റ് പീരീഡ്, മിഡീവൽ പീരീഡ് ആൻഡ് മോഡേൺ പീരീഡ്. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ്റ് പീരീഡ് എന്ന് മുതൽ എന്ന് വരുന്നത് ചോദിച്ചാൽ ദാറ്റ് കമൻസസ്, അത് ആരംഭിച്ചിരിക്കുന്നത് ഫ്രം ദി ഒറിജിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ, മനുഷ്യൻ്റെ ആരംഭം മുതൽ, മനുഷ്യൻ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്നത് മുതൽ, ആൻഡ് എൻഡ്സ് വിത്ത് ദ ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ അല്ല, വെസ്റ്റേൺ റോമൻ എംപയർ. വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്ന സമയം വരെ, വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്ന കാലഘട്ടം, വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് CE 476 CE 476 വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്നത്. ഈ വെസ്റ്റേൺ റോമൻ എംപയർ തകരുന്നത് വരെ ഏൻഷ്യൻ്റ് പീരീഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏൻഷ്യൻ്റ് പീരീഡ് എന്ന് മുതൽ വരെയാണ് മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ 426 CE വെസ്റ്റേൺ റോമൻ എംപയർ അല്ലെങ്കിൽ പാശ്ചാത്യ അല്ലെങ്കിൽ പശ്ചിമ റോമാ സാമ്രാജ്യം തകരുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഏൻഷ്യൻ്റ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഇനി മിഡീവൽ പീരീഡ് എന്ന് പറയുന്നവരായിരിക്കാം. അപ്പോൾ 476 സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ദ പീരീഡ് അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ ഇൻ 1453 CE ഈസ് കൺസിഡേർഡ് ആസ് ദ മിഡീവൽ പീരീഡ്. ഇനി 476 മുതൽ 1453 കാലഘട്ടം. അപ്പോൾ 476 വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നു. അപ്പോൾ ഏൻഷ്യൻ്റ് പീരീഡ് അവസാനിച്ചു. അന്ന് മുതൽ 1453 1453 CE 1453 വരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടമാണ് മിഡീവൽ പീരീഡ്. ആ 1453 പ്രത്യേകത കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ദി ഡൗൺഫോൾ ഓഫ് ദി ഈസ്റ്റേൺ റോമൻ എംപയർ, കിഴക്കൻ റോമാ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമാ സാമ്രാജ്യം തകരുന്നത് 1453. അപ്പോൾ 476 മുതൽ 1453 വരെയുള്ള കാലഘട്ടമാണ് മിഡീവൽ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓർ 5th century to 15th century, ദാറ്റ് ഈസ് നോൺ ആസ് മിഡീവൽ പീരീഡ്. 5th century to 15th century ഈസ് നോൺ ആസ് മിഡീവൽ പീരീഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, ഇൻ 476 to in 1453 ഇങ്ങനെയും പഠിച്ചു വയ്ക്കാം.
നെക്സ്റ്റ് വൺ ദി മോഡേൺ പീരീഡ് ആണ്. അപ്പോൾ 1453 ശേഷമുള്ള കാലഘട്ടം, ഇതുവരെയുള്ള കാലഘട്ടം മോഡേൺ പീരീഡാണ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടവും മോഡേൺ പീരീഡാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തെ മൂന്നായി തിരിക്കാം. ഫസ്റ്റ് വൺ ഏൻഷ്യൻ്റ് പീരീഡ്, നെക്സ്റ്റ് വൺ മിഡീവൽ പീരീഡ്, ആ നെക്സ്റ്റ് വൺ മോഡേൺ പീരീഡ്. ഏൻഷ്യൻ്റ് പീരീഡ് എന്ന് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CE 476 CE 476 വരെ ഏൻഷ്യൻ്റ് പീരീഡ് ഉണ്ട്. 476 മുതൽ 1453 വരെ CE 1453 വരെ മിഡീവൽ പീരീഡ്. അതിന് ശേഷമുള്ള കാലഘട്ടം മോഡേൺ പീരീഡ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ 2 വർഷങ്ങൾ അവിടെ പഠിച്ചിരുന്നാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, CE 476 CE 476, അതുപോലെ തന്നെ CE 1453. ഇത് രണ്ടിനും ഓരോ പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. CE 476 ദി ഡൗൺഫോൾ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ, ആൻഡ് CE 1453 1453 ഡൗൺഫോൾ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ.